ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ ഒരനുഭവം മാത്രം പറയാം. ഒരു ദിവസം ഞാൻ ഇപ്പൊ അടുത്ത് ഒരു വലിയ മുടി, സ്ത്രീകളുടെ മുടി, അതിങ്ങനെ ചോർന്ന് നമ്മളിങ്ങനെ പൊക്കിയിട്ട് പാഞ്ചാലിന്റെ സാരി പോലെ അത് തീരുന്നില്ല. അപ്പൊ പറഞ്ഞ മനസ്സിലായോ? പാഞ്ചാലിന്റെ അതിനെ വലിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഭാര്യന്റെ. അപ്പൊ തോനെ മുടിയുണ്ട്. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് അവളോട് കൊണ്ടുപോയി ചോദിച്ചതാ, ഇത് കണ്ടോ, ഇതെന്താന്ന് കണ്ടോ? അപ്പൊ അവള് വേഗം അതിന്റെ പിടിച്ചിട്ട് അവളെന്നോട് പറയുന്നത്, ക്ഷമിക്കണം, ഞങ്ങൾക്ക് വേറെ ചോറ് തരാം. അപ്പൊ ഞാൻ അവളോടൊരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് എനിക്ക് മുടി കിട്ടുന്നുണ്ട് പലപ്പോഴും, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞതിനറിയോ? ഇത്രയും വലിയ മുടി കിട്ടിയാലും അതൊക്കെ പൊറുക്കുകയും സഹിക്കുകയും ചെയ്ത ഒരു ഭർത്താവായിരുന്നു ഞാനെന്ന്. അഥവാ നീ അറിയാതെ പോയാൽ അതൊരു വലിയ പ്രശ്നമാണ്. അതിനാണ് ചിലർക്ക് മുടി കിട്ടി അതോടുകൂടി തൊലാക്കായി. ചെങ്ങായിമാരെ, മുടി, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നും ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് നോക്കിക്കൊള്ളിട്ടോ. മോണാക്ട് മിമിക്രി ഒന്നല്ല. സാധാരണഗതിയിൽ മീന് വറുക്കുക അല്ലെങ്കിൽ കറി ഉണ്ടാക്കുക, ഈ കറി ഉണ്ടാക്കുക കരുവേപ്പില എങ്ങനെ അതിലിങ്ങനെ അല്ലേ, മഞ്ഞളിടും, ഉപ്പിടും, എല്ലാം ഇടും. ആ കൂട്ടത്തിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിടുവോ? മുടി ഇത് കിടക്കട്ടെ കറി നന്നാകാൻ ഇല്ല. അപ്പൊ ആ സാധു ഈ വെപ്രാളത്തിനിടയിൽ ഉണ്ടായി പോയതാ. രാവിലെ ഭക്ഷണം വെക്കണം, 11 മണിക്ക് ഭക്ഷണം കൊടുക്കണം, ഉച്ചക്ക് 1 മണിക്ക് ഭക്ഷണം കൊടുക്കണം. ക്ഷീണിച്ച് അവശയായ ഭാര്യയുടെ ഒരു മുടി കണ്ടു എന്നതിന്റെ പേരിൽ അവളെ തലാക്ക് ചെല്ലുന്നവനും അവളെ ശകാരിക്കുന്നവനും ഒരു യഥാർത്ഥ ഭർത്താവേ അല്ല.